റിവിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഏതൊരു എക്സാമിനായാലും നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുമാത്രമല്ല, റിവിഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അതായത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് പോവുള്ളൂ അല്ലേ. പ്രത്യേകിച്ച് നമ്മളെ നീറ്റ് എക്സാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിയുള്ള ആൾ ജയിക്കുന്ന എക്സാം അങ്ങനെയല്ല. അന്നത്തെ ആ ഒരു ദിവസം നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ റാങ്ക്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് ബയോളജിയുടെ ഒക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാം, നീറ്റ് എക്സാമിൻ്റെ പകുതി സ്കോർ ബയോളജിയാണ്. അപ്പോൾ ബയോളജിയുടെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് അബൌട്ട് മെമ്മറി. നിങ്ങൾ അന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ +1 +2 കംപ്ലീറ്റ് ബയോളജി ചാപ്റ്റേഴ്സിൽ ഓരോ ലൈനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ. ഈ റിവിഷൻ ചെയ്യുന്നത് പലർക്കും ബുദ്ധിമുട്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിവിഷൻ ഒത്തിരി സമയമെടുക്കും മിസ് അല്ലേ. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ എത്രയധികം തവണ റിവൈസ് ചെയ്യുന്നോ അത്രയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ റിവിഷൻ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് വലിയ സമയം നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പക്ഷേ എന്നാലും റിവൈസ് ചെയ്തു, എഫക്റ്റീവ്ലി റിവൈസ് ചെയ്തു. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും റിവിഷൻ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ നിങ്ങൾ വലുതായിട്ട് റിവൈസ് ചെയ്യണത് ആലോചിക്കേണ്ട. ഓക്കെ, അപ്പോൾ റിവിഷൻ നമ്മൾ എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളൊരു ക്ലാസ് കഴിഞ്ഞു, ഓക്കെ, ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് അയച്ചു തരുമല്ലോ. ഓക്കെ, ആ നോട്ട് അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുക. അത് നിങ്ങളുടെ ഒന്നാമത്തെ റിവിഷനാണ്. കാരണം നിങ്ങൾ പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടത് ക്ലാസ്സിൽ കേട്ടത് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ജസ്റ്റ് വന്ന് നിൽക്കുകയാണ്. അത് നിങ്ങൾ ഒന്നുകൂടെ വായിക്കുമ്പം അല്ലെങ്കിൽ ഒന്നുകൂടി ഓർത്തെടുക്കുമ്പം ജസ്റ്റ് അതൊരു മെമ്മറി ആയി മാറിയിട്ടുണ്ട്. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവുമല്ലോ, സെക്കൻഡ് ക്ലാസ് ഉണ്ടാവുമല്ലോ, അതിന് മുൻപ്, അതായത് ഒരു ക്ലാസ്സിന് ശേഷവും അതിൻ്റെ തന്നെ അടുത്ത ക്ലാസ്സിന് മുൻപ്, ഇപ്പോൾ പാർട്ടൊക്കെ ആയിട്ടാണ് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? റിവിഷൻ ചെയ്തിരിക്കണം. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എന്തായി? 2 തവണ കിട്ടി. അപ്പോൾ ഇത് ക്ലാസ്സിന് ശേഷം ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മെമ്മറി ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിന് മുൻപ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിനിടയിൽ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യണം. അപ്പം നമ്മൾക്ക് എന്താണ്, ആ ലോങ് ടേം മെമ്മറിനെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾ ഈ ക്ലാസ്സിന് മുൻപ് ഈ റിവിഷൻ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടും. അടുത്ത കാര്യം നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ കുഞ്ഞു കുഞ്ഞു റിവിഷൻസ് നിങ്ങൾ ആദ്യം ചെയ്ത് തുടങ്ങാം. ഓക്കെ, പിന്നെ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് 1-4-7 ടെക്നിക്ക്. അപ്പോൾ ഈ 1-4-7 ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാര്യം പഠിച്ചു. ഓക്കെ, നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആവില്ല, അപ്പോൾ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു, നിങ്ങളുടെ ക്ലാസ്സിൻ്റെ നോട്ടൊന്ന് വായിച്ചു നോക്കി, വിത്തിൻ 1 ഡേ, അതായത് 24 hours ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ നോട്ട് വീണ്ടും റിവൈസ് ചെയ്യുക. അതായത് ആദ്യം നിങ്ങൾ ക്ലാസ് പഠിച്ചു, മിസ് പറഞ്ഞു, ക്ലാസ്സിന് ശേഷം നിങ്ങൾ എന്തായാലും നോട്ട് വായിക്കണം. അതിനുശേഷം ഒരു 24 hours ശേഷം, അതായത് ഒരു ദിവസത്തിന് ശേഷം നിങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു 4 days ശേഷം നിങ്ങൾ റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് ദെൻ ഒരു 1 week, അതായത് ഒരു വീക്കിൽ നിങ്ങൾക്ക് ഏകദേശം അപ്പോൾ എത്ര റിവിഷൻ കിട്ടി? 3 റിവിഷൻ. ആദ്യം നിങ്ങൾ ക്ലാസ് പഠിച്ചു, ക്ലാസ്സിൽ കേട്ടു, അതിനുശേഷം നിങ്ങളൊന്ന് നോട്ട് വായിച്ചു, ദെൻ ആഫ്റ്റർ 1 day നിങ്ങൾ റിവൈസ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ 4th ഡേയിൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്നു, ദെൻ 7th ഡേയിൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്തായിട്ടുണ്ടാകും? ലോങ് ടേം മെമ്മറി ആയിട്ടുണ്ടാകും. പക്ഷേ ഇത് പലരും ചെയ്യാറില്ല. ഓക്കെ, ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തലയിൽ കയറിയെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് മെജോറിറ്റി ആൾക്കാർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും അവരെന്ത് ചെയ്യുന്നുണ്ടാവാം? റാങ്ക് വാങ്ങിക്കുന്നുണ്ടാവാം. കാരണം ഈ ടെക്നിക്ക് അത്രത്തോളം പവർഫുൾ ആണെന്നല്ല, അവർ അത്രത്തോളം എഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ട്. റിവിഷൻ ഇസ് ദി കീ. അത് ഈ ടെക്നിക്കിൻ്റെ പ്രത്യേകതയല്ല, അത് റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ യൂസ് ഉണ്ടാകും. ഓക്കെ, പിന്നെ ഞാൻ മൺഡേ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ട്യൂസ്ഡേ ഞാൻ റിവൈസ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ 4th ഡേ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് വരിക? അത് ആ ദിവസം ചെയ്യുന്നു. ദെൻ 7th ഡേ, അതായത് നമ്മുടെ ആ വീക്കെൻഡിൽ നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കോർ മെമ്മറി ഫോം ചെയ്തിട്ടുണ്ടാകും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാപ്റ്റേഴ്സിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം.
ഈസി ചാപ്റ്റേഴ്സ് ഉണ്ട്, ആവറേജ് ചാപ്റ്റേഴ്സ് ഉണ്ട്, ടഫ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഈസി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PYQs ചെയ്ത് റിവൈസ് ചെയ്യാം. ഒരു ആവറേജ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട്സ് വായിക്കാം. അതായത് നമുക്കത് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് അല്ല, അതായത് കുറച്ചൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എവിടെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, PYQ അല്ലെങ്കിൽ MCQ നിങ്ങൾ ചെയ്യാം. ആൻഡ് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒരു ക്ലാസ് നിങ്ങൾ കാണണം. അതായത് അത് ടഫായത് എന്തുകൊണ്ടാണ്, നമുക്കത് കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ കാണുന്നു, ദെൻ നിങ്ങൾ നോട്ട്സ് വായിക്കുന്നു, ഓക്കെ, ദെൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, ദെൻ നിങ്ങൾ MCQ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് റിവിഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും നിങ്ങളുടെ മെമ്മറി സ്ട്രോങ് ആക്കാനും പറ്റും. അപ്പോൾ ആദ്യത്തെ കാര്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് റിവൈസ് ചെയ്യാം. ഒന്ന് ക്ലാസ്സിന്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് നിങ്ങൾ പഠിച്ചു, അതിനുശേഷം ദെൻ നെക്സ്റ്റ് ക്ലാസ്സിന് മുൻപ് റിവൈസ് ചെയ്യാം. ഓക്കെ, ആൻഡ് അടുത്തത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് 147 ടെക്നിക്ക് ഉപയോഗിക്കാം. ഒരു ക്ലാസ് കഴിഞ്ഞു, നെക്സ്റ്റ് വിത്തിൻ അല്ല, ഒരു 1 ഡേക്ക് ശേഷം, ആഫ്റ്റർ 1 ഡേ നിങ്ങൾക്ക് ചെയ്യാം, ദെൻ 4th ഡേ 7th ഡേ. ഓക്കെ, അങ്ങനെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോർ മെമ്മറി നിങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ്, നമുക്ക് എപ്പോഴും പഠിക്കാൻ താല്പര്യമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ജസ്റ്റ് MCQs ചെയ്തിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ ആവറേജ് ചാപ്റ്റേഴ്സ്, ടഫ് ചാപ്റ്റേഴ്സ്, ഈ രീതിയിൽ നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറ്റുമോ, ടഫായിട്ടുള്ള ചാപ്റ്ററാണ്, എനിക്കത് പഠിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെക്കാതെ നിങ്ങൾക്ക് ഫുൾ പഠിക്കാൻ ഈ ഒരു ടെക്നിക്ക് ഉപയോഗപ്പെടും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.